മലയാള സിനിമകളിലെ ആദ്യ ഭാഗത്തിന്റെ വില കളഞ്ഞ സീക്വലുകൾ. നമ്പർ 3. മമ്മൂക്കയുടെ ക്ലാസിക് സൂപ്പർ ഹീറോ ചിത്രമായ സാമ്രാജ്യ സിനിമയ്ക്ക് ശേഷം 25 വർഷം കഴിഞ്ഞ് ഉണ്ണിമുകുന്ദനെ നായകനാക്കി വന്ന സീക്വലായിരുന്നു സാമ്രാജ്യം 2. റിലീസിന് മുമ്പേ വൻ ഹൈപ്പ് ഉണ്ടായിരുന്നിട്ടും റിലീസിന് ശേഷം പടം ഡിസാസ്റ്ററായി മാറി. ആദ്യ ഭാഗത്തിന്റെ 7 അയലത്ത് പോലും വെക്കാൻ പറ്റാത്ത സീരിയൽ നിലവാരത്തിലെടുത്ത സീക്വലായിരുന്നു സാമ്രാജ്യം 2. നമ്പർ 2. മമ്മൂക്കയുടെ തന്നെ മറ്റൊരു ക്ലാസിക് സിനിമയായ ഓഗസ്റ്റ് 1ന്റെ സീക്വലായി 20 വർഷത്തിന് ശേഷം വന്ന സിനിമയായിരുന്നു ഓഗസ്റ്റ് 15. ആദ്യ ഭാഗത്തിൽ കഥയിലേക്ക് മമ്മൂക്ക വന്നപ്പോൾ രണ്ടാം ഭാഗത്തിൽ മമ്മൂക്കയ്ക്ക് വേണ്ടി കഥയുണ്ടാക്കിയാണ് ചെയ്തത്. ആദ്യ ഭാഗത്തോട് ഒട്ടും നീതി പുലർത്താതെ വന്ന സ്ക്രിപ്റ്റും ഡയറക്ഷനും മോശം അഭിനയമായിരുന്നു സിനിമയുടെ തകർച്ചയ്ക്ക് കാരണം. ഈ സിനിമയുടെ പരാജയത്തിന് ശേഷം പിന്നീട് വന്ന ഒട്ടുമിക്ക മമ്മൂക്ക സിനിമകളും ഒരു വലിയ പരാജയമായി മാറിയിരുന്നു. നമ്പർ 1. ജിത്തു ജോസഫും മോഹൻലാലും കൂടി ഒരുമിച്ചപ്പോൾ കിട്ടിയ ഒരു മാസ്റ്റർ പീസ് ഐറ്റമായിരുന്നു ദൃശ്യം 1. ആദ്യ ഭാഗത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ വന്ന ഗംഭീര രണ്ടാം ഭാഗത്തിന് ശേഷം വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോഴും ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന മൂന്നാം ഭാഗമായ ദൃശ്യം 3. ഇതിനു മുമ്പേ പറഞ്ഞ സീക്വൽ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ദൃശ്യം 3 കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുമെങ്കിലും ഒരുപാട് മിസ്റ്റേക്കുകളും പൊട്ടത്തരങ്ങളും കൊണ്ട് നിറഞ്ഞൊരു സിനിമയാണിത്. ഇന്ത്യൻ സിനിമയെ ലോക സിനിമയെ അത്ഭുതപ്പെടുത്തിയ ആദ്യ 2 സിനിമകൾക്ക് ശേഷം അതിനോട് ഒട്ടും നീതി പുലർത്താതെ വന്ന ദൃശ്യം 3 ഒരു മോശം സീക്വൽ തന്നെയാണ്. എൻ്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്.